തിരുവചനം തിരുവചനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായുണ്ടാകട്ടെ. ആവർത്തന വിരസത കൊണ്ട് ക്രിസ്മസിൻ്റെ സൗന്ദര്യം ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു, സങ്കടപ്പെടുന്നു. ശരിയല്ലേ? എത്ര വർഷങ്ങളായി നാം ക്രിസ്തുവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുന്നു. പതിവ് പോലെ എന്തെങ്കിലും നവീനതയുണ്ടോ നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ? ആവർത്തിച്ച് ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, കേൾക്കേണ്ടത് കേട്ടുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്തു പിറന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പരിശുദ്ധ മാതാവിൻ്റെ മുമ്പിൽ ഗബ്രിയേൽ ദൈവദൂതൻ വന്നിട്ട് മംഗളവാർത്ത അറിയിക്കുന്നു. അവൾ അസ്വസ്ഥയാകുന്നു. കന്യകയായിരുന്ന അവർ ഗർഭവതിയാകുമ്പോൾ ജീവിത പങ്കാളി ജോസഫ് അസ്വസ്ഥപ്പെടുന്നു എന്ന സ്വപ്നത്തിലൂടെ ദൈവിക ദർശനമുണ്ടാകുമ്പോൾ അവളെ സ്വീകരിക്കുന്നു. അങ്ങനെ അവർ ബത്ലഹേമിലേക്ക് വരുന്നു. എന്നാൽ അവിടെ കുഞ്ഞിന് പിറക്കാൻ സത്യത്തിൽ പോലും ഇടം കിട്ടാതെ പോകുന്നു. പിന്നെ ആ കുഞ്ഞിൻ്റെ ദർശനം കാണാൻ വേണ്ടി കിടക്കുന്ന ജ്ഞാനികളെത്തുന്നു. ആ ജ്ഞാനികളിലൂടെ അവനെക്കുറിച്ച് ഹെരോദസ് അറിയുന്നു. അവനെ വധിക്കുവാൻ വേണ്ടി അവൻ ഉപായം ആരായുന്നു. എന്നാൽ എല്ലാ അപകടങ്ങളും അതിജീവിച്ചുകൊണ്ട് അവർ ഈജിപ്തിലേക്ക് പോകുന്നു. കേട്ട് കേട്ട് ആവർത്തിച്ച ബൈബിൾ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. എന്ത് നവീനതയാണുള്ളത് ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിക്ക് നമ്മുടെ ജീവിതത്തിൽ? സ്വയം ഒരാത്മപരിശോധന ചെയ്യേണ്ട കാലം കൂടിയാണിത്. കഴിഞ്ഞ വർഷം ക്രിസ്മസ് എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. അതൊരമ്മയിലൂടെയാണ്. കഴിഞ്ഞ വർഷം ഞാൻ ക്രിസ്മസ് ആഘോഷിച്ചത് കാനഡയിലാണ്. ഞങ്ങളുടെ ആശ്രമത്തിൽ ബന്ധപ്പെട്ട് ഒരു ഇടവക ദേവാലയമുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മധ്യസ്ഥതയുള്ള ദേവാലയമാണ്. വളരെ ലളിതമായിട്ടുള്ള ക്രിസ്മസ് ആഘോഷങ്ങളാണ് അവിടെ ഉള്ളത്. കാരണം ഭക്തർ വളരെ കുറവാണ്. കുറേ മുതിർന്ന വൃദ്ധരായവർ മാത്രം ക്രിസ്മസിൻ്റെ ചടങ്ങുകളിലേക്ക് വന്നു. ഉള്ളിലൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്നാൽ ആരാധനാക്രമങ്ങളൊക്കെ കടന്ന് മേടയിലേക്ക് വന്നപ്പോൾ എന്നെ കാണാൻ ഒരു 60 വയസ്സുള്ളൊരമ്മ വന്നു. അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, എല്ലാ വർഷത്തേക്കാളേറെ അർത്ഥപൂർണമായൊരു ക്രിസ്മസ് ഞാൻ ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നുവെന്ന്. എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എല്ലാ വർഷവും ഉണ്ണീശോയ്ക്കൊരു സമ്മാനം ഞാൻ കൊടുക്കാറുണ്ട്. അത് പണപരമായിട്ടുള്ളൊരു സമ്മാനമാണ്. എന്നാൽ ഈ ഒരവസ്ഥയിൽ എനിക്കധികം പണമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ക്രിസ്തുവിന് ഞാൻ എന്ത് സമ്മാനം കൊടുക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലൊരാശയം വന്നു. എൻ്റെ വീടിനടുത്ത് 80 വയസ്സുള്ള ഒരു വൃദ്ധയായ രോഗിയായ ഒരമ്മയുണ്ട്. അവരെ എന്നും നോക്കുന്നതൊരു നേഴ്സാണ്. ക്രിസ്മസ് അവധി ആയതുകൊണ്ട് അവർ വന്നിട്ടില്ല. പെട്ടെന്ന് ഞാൻ തീരുമാനിച്ചു അവരെ സഹായിക്കാമെന്ന്. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് ചെന്നു. വീടും മുറിയുമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി, അവരുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ അലക്കി, അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവസാനം പോകുന്നതിന് മുമ്പ് ആ രോഗിയായ അമ്മയുടെ അടുത്ത് വന്നിരുന്നിട്ട് പുഞ്ചിരിയോടെ ഞാൻ പറഞ്ഞു, ക്രിസ്മസ് മംഗളങ്ങൾ. അപ്പോൾ അവരൊന്ന് ചിരിച്ചു. എനിക്കും എന്തെന്നില്ലാത്തൊരു സന്തോഷം വന്നു. ആ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി, ഏറ്റവും അർത്ഥപൂർണമായൊരു ക്രിസ്മസ് സമ്മാനം ഉണ്ണീശയ്ക്ക് കൊടുത്തത് ഈ പ്രവൃത്തിയിലൂടെയാണെന്ന്. ഈ അമ്മ എന്നോട് അനുഭവം പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ആത്മീയ ആനന്ദം വന്നു. ക്രിസ്മസിനെ നവീകരിക്കണമെങ്കിൽ കുറേ കൂടി നന്മയുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറേണ്ടേ? ഈ ക്രിസ്മസിൽ ഉണ്ണീശോയ്ക്ക് എന്ത് സമ്മാനമാണ് നമുക്ക് കൊടുക്കുക? പുതുമയുള്ള എന്തെങ്കിലും സമ്മാനം നമുക്ക് കൊടുക്കണ്ടേ? അവൻ ആഗ്രഹിക്കുന്ന സമ്മാനമല്ലേ നമ്മൾ കൊടുക്കേണ്ടത്? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ ജന്മദിനത്തിലാകട്ടെ ഏത് ആഘോഷത്തിലുമാകട്ടെ സമ്മാനം കൊടുക്കാൻ നമുക്കിഷ്ടമാണ്. നമുക്കിഷ്ടപ്പെട്ട നമുക്കാവശ്യമുള്ള സമ്മാനം അവർക്ക് കൊടുത്തിട്ട് എന്താ? അവർ പൊതി തുറന്നു നോക്കുമ്പോൾ അവിടെ മുഖത്ത് സന്തോഷമുണ്ടെങ്കിൽ അവരാഗ്രഹിച്ച അവർ പ്രതീക്ഷിച്ച സമ്മാനമാണ് നാം കൊടുത്തതെങ്കിലേ ആ സമ്മാനത്തിന് വിലയുള്ളൂ. ഉണ്ണീശോയ്ക്ക് നമ്മൾ എന്ത് സമ്മാനം കൊടുക്കും? നോർത്ത് നോക്കുക.
ഔണീശു കാലിത്തൊഴുത്തിലായിരുന്നപ്പോൾ കിഴക്ക് നിന്നും എത്തിയ 3 ജ്ഞാനികൾ അവർ അവനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. സ്വർണവും മീറയും കുന്തിരിക്കവുമൊക്കെ. പാരമ്പര്യത്തിലൂടെ അവർക്ക് പേരുണ്ട്. ആ 3 ജ്ഞാനികൾക്ക്: കാസ്പർ, ബൽത്താസർ, മെൽക്കിയോർ. മെൽക്കിയോർ കൊടുക്കുന്നത് സ്വർണമാണ്. സ്വർണ്ണം ഒരു പ്രതീകമാണ്, രാജ്യത്വത്തിൻ്റെ പ്രതീകം. ക്രിസ്തു ഈ ലോകത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം രാജാവാണെന്ന തിരിച്ചറിവിൻ്റെ വെട്ടത്തിലാണ് മെൽക്കിയോർ ആ സ്വർണമെന്ന പ്രതീകം സമ്മാനമായിട്ട് കൊടുത്തത്. കാസ്പറാകട്ടെ കൊടുക്കുന്നത് കുന്തിരിക്കമാണ്, പൂജയുടെ അടയാളം. ക്രിസ്തുനാഥൻ രാജാവ് മാത്രമല്ല, മഹാപുരോഹിതനാണ്. ഈ മുഴുവൻ ആരാധനയുടെയും നിയന്താവായ മഹാപുരോഹിതനായ ക്രിസ്തുവിന് തീർച്ചയായിട്ടും പൂജയുടെ അടയാളമായി കുന്തിരിക്കം കൊടുത്തു. അതും ഒരു പ്രതീകമാണ്. ഒടുവിൽ ബൽത്താസർ കൊടുക്കുന്നത് മീറയാണ്. ക്രിസ്തു രാജാവും മഹാപുരോഹിതനും മാത്രമല്ല, ബലിയാട് കൂടിയാണ്. മാനവരാശിയുടെ മുഴുവനും പാപപരിഹാര ബലിയായിട്ട് മാറേണ്ടവനാണ്. അതിൻ്റെ പ്രതീകമായിട്ടാണ് ബലിയിലർപ്പിക്കുന്ന മീറ സമർപ്പിക്കപ്പെട്ടത്. ഏറ്റവും ഉചിതമായ സമ്മാനം അവർ കൊടുത്തു. നമ്മളെന്ത് സമ്മാനം കൊടുക്കും? ഒന്ന്, ആത്മപരിശോധന ചെയ്യുക. പഴയ നിയമം, ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായത്തിൽ ഒരു സമ്മാനത്തെക്കുറിച്ചുള്ളൊരു കഥയുണ്ട്. അത് യാക്കോബ് കൊടുക്കുന്നതാണ്. അവൻ്റെ മകൻ ജോസഫ് ഈജിപ്തിൻ്റെ ഫറവോയ്ക്ക് കീഴിലുള്ള പരമാധികാരിയായിരുന്നു. ക്ഷാമകാലം വന്നപ്പോൾ ഈ ജോസഫിൻ്റെ ബാക്കി സഹോദരങ്ങളൊക്കെ ഈജിപ്തിലേക്ക് വരുന്നുണ്ട് ഭക്ഷണ സാധനങ്ങൾ അന്വേഷിച്ച്. അവർ അവരുടെ ഇളയ സഹോദരനെ ബെഞ്ചമിനെ പിതാവായ യാക്കോബിൻ്റെ കരങ്ങളിൽ വിട്ടിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ ഈജിപ്തിലെത്തുമ്പോൾ ജോസഫ് തിരിച്ചറിയുന്നുണ്ട് ഈ സഹോദരങ്ങളെ. തന്നെ അടിമയാക്കി ഈ സഹോദരങ്ങളാണ് ഈജിപ്തുകാർക്ക് വിറ്റത്. എന്നാൽ ഈ സഹോദരങ്ങളാകട്ടെ ജോസഫിനെ തിരിച്ചറിയുന്നില്ല. അവസാനം അവ ചെയ്ത തെറ്റിനെ നവീകരിക്കുവാൻ, കുറേ കൂടി നന്മയിലേക്ക് അവർ കടന്നു വരുവാൻ ജോസഫ് ഒരു പരീക്ഷണം നടത്തുന്നുണ്ട്. ആ പരീക്ഷണത്തിലൂടെ ആ സഹോദരൻ ഒരുവനെ അവൻ തടവറയിലാക്കുന്നു, കുറ്റം ആരോപിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വീട്ടിലേക്ക് തിരികെ പോയി നിങ്ങളുടെ ഇളയ സഹോദരനായ ബെഞ്ചമിനുമായിട്ട് വരാനായിട്ട്. സങ്കടത്തോടെ ഈ ശേഷിക്കുന്ന സഹോദരങ്ങളൊക്കെ സ്വന്തം പിതാവായ യാക്കോബിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ബെഞ്ചമിനുമായിട്ട് ഞങ്ങൾക്ക് ഈജിപ്തിലേക്ക് പോകണം. അവനെ കണ്ട് കുറേ കൂടി നല്ല ഫലവുമായിട്ട് ഞങ്ങൾക്ക് തിരികെ വരാനാകും. അപ്പോൾ യാക്കോബാണ് അവരോട് പറയുന്നത്, ജോസഫ് കുറേ കൂടി നല്ല രീതിയിൽ നിങ്ങളോട് ഇടപെടുവാൻ, കുറേ കൂടി മാന്യമായിട്ട് നിങ്ങളോട് പ്രവർത്തിക്കുവാൻ, അവനെ സംതൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾ സമ്മാനം കൊടുക്കണമെന്ന്. നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ഫലങ്ങളുമായിട്ട് നിങ്ങൾ ചെല്ലുക. സത്യത്തിൽ ജോസഫിനെ സംതൃപ്തിപ്പെടുത്താൻ ആ നാട്ടിലെ ഫലങ്ങൾ മതിയോ? എല്ലാ സൗഭാഗ്യവും മധ്യ ജീവിക്കുന്നവരാണ് ജോസഫ്. എന്നിട്ടും അവ സമ്മാനം കൊടുക്കുന്നുണ്ട്. അവൻ സംതൃപ്തനാകുന്നുണ്ട്, സ്വയം വെളിപ്പെടുത്തുന്നുണ്ട്, ക്ഷമിക്കുന്നുണ്ട്, അവരെ അണച്ചു പിടിച്ച് സ്നേഹിക്കുന്നുണ്ട്. ജോസഫിനെ വിട്ടുകൊടുക്കുക, അവനെ മറന്നു കളയുക. ദൈവത്തിൻ്റെ മുമ്പിൽ അവനെ സംതൃപ്തിപ്പെടുത്താൻ നമ്മുടെ കരങ്ങളിൽ എന്ത് സമ്മാനമാണുള്ളത്? സ്വർണമോ മീറയോ കുന്തിരിക്കമോ ഒന്നുമല്ല അവൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ സമ്പാദിച്ചതൊന്നും അവന് താല്പര്യമൊന്നുമില്ല. പിന്നെ എന്താണ് അവന് വേണ്ടത്? ഞാൻ ഓർക്കുകയാണ് ഒരു കഥ ആണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ലസ്ബനിൽ ഒരു പ്രഭാതത്തിൽ ഒരു വീടിൻ്റെ മുമ്പിൽ ഒരു ചെറിയ ബാലൻ കടന്നു വന്നു. ഒരു യാചകന, തോളിലൊരു സഞ്ചിയുണ്ട്. ആ വീടിൻ്റെ വാതിൽ അവൻ മുട്ടാൻ ആരംഭിച്ചു. വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നതും ആ വീട്ടിലൊരു ബാലനാണ്. വന്ന
ആ യാചക ബാലനോട് അവൻ ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? അവൻ പറഞ്ഞു, എനിക്കെന്തെങ്കിലും തരിക. ഉടനെ വീട്ടിൽ ആ കുഞ്ഞു പറഞ്ഞു, എൻ്റെ അമ്മ ഇന്ന് പ്രഭാതത്തിൽ ചുട്ടെടുത്ത അപ്പം ഞാൻ നിനക്ക് തരട്ടെ? അവൻ പറഞ്ഞു, എനിക്കത് വേണ്ട. എങ്കിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് നാണയങ്ങൾ ചോദിച്ചു വാങ്ങി അത് തരട്ടെ? അപ്പോഴും ആ ബാലൻ സങ്കടത്തോടെ പറഞ്ഞു, എനിക്ക് നിൻ്റെ നാണയവും ആവശ്യമില്ല. പിന്നെ നിനക്ക് എന്താണ് വേണ്ടത്? സംശയത്തോടെ ആ ബാലൻ ചോദിച്ചു. അപ്പോൾ യാചക ബാലൻ പതിയെ പറഞ്ഞു, ഈ പ്രഭാതത്തിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഞാൻ നിൻ്റെ വീട് പടിക്കൽ എത്തിയത് നിൻ്റെ അപ്പത്തിനോ നിൻ്റെ നാണയത്തിനോ വേണ്ടിയല്ല. പതിയെ തൻ്റെ തോളിലിട്ടിരുന്ന തുകൽ സഞ്ചി തുറന്ന് അവൻ കാണിച്ചു, എനിക്ക് വേണ്ടത് ഇതാ. ആകാംക്ഷയോടെ ആ വീട്ടിലെ കുഞ്ഞ് ആ തുകൽ സഞ്ചിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ആ സഞ്ചി നിറയെ തിളങ്ങുന്ന ഹൃദയങ്ങളാണ്. ആ ഹൃദയം കണ്ടപ്പോൾ അവന് മനസ്സിലായി, എൻ്റെ ഹൃദയം ചോദിച്ച് വന്നവനാണ് ഇവനെങ്കിൽ ഇവൻ വെറും ഒരു ബാലനല്ല, യാചകനല്ല, ഇവൻ എൻ്റെ ക്രിസ്തുവാണ്. ആ ഒരു നിമിഷം ആ ബാലൻ പറഞ്ഞു, ഇന്നു മുതൽ എൻ്റെ ഹൃദയം നിനക്കുള്ളതാണ്. സത്യത്തിൽ ആ ബാലൻ വിശുദ്ധ അന്തോണിസാണ്. അവൻ്റെ ജീവിത ചരിത്രത്തിൽ എവിടെയോ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം ജീവിതം, സ്വന്തം ഹൃദയം ക്രിസ്തുവിന് കൊടുത്തിട്ട ആ ബാലൻ പതിയെ പതിയെ വിശുദ്ധിയിലേക്ക് വന്നത്, വിശുദ്ധ അന്തോണിസായിട്ട് മാറിയത്. ക്രിസ്തുവിന് നമ്മുടെ അപ്പത്തിൻ്റെ ആവശ്യമില്ല, നമ്മുടെ നാണയത്തിൻ്റെ ആവശ്യമില്ല. സ്വർണമോ കുന്തിരിക്കമോ മീറയോ അവന് വേണ്ട. അവന് വേണ്ടത് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ജീവിതമാണ്. ഹൃദയം സമർപ്പിക്കൂ എന്ന് വെച്ചാൽ പരിപൂർണ സമർപ്പണമാണ്. അതിൽ നമ്മുടെ സ്വാർത്ഥതകളൊന്നും പാടില്ല. ജീവിതം പൂർണ്ണമായിട്ട് അവന് കൊടുക്കാനാകുമോ? അതിനുള്ള ആർജവം നമുക്കുണ്ടോ? വേണമെങ്കിൽ നമുക്ക് ആത്മീയ കാര്യങ്ങൾ വ്യാപൃതനാകാൻ പറ്റും. അനുദിനം പ്രാർത്ഥിക്കാനും കുർബാനയിൽ പങ്കെടുക്കാനും കൂദാശകൾ പരികർമ്മം ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അതൊരു പരിപൂർണ സമർപ്പണമാണ്. സ്വന്തം സ്വാർത്ഥതകൾ മാറ്റിവെച്ച് പൂർണ്ണമായി സമർപ്പണം ചെയ്യാൻ നമുക്കാകുമോ? അബ്രഹാത്തിൻ്റെ ബലി പോലെ. അബ്രഹാത്തിന് പ്രിയപ്പെട്ട ഏക മകനെ അവൻ ബലികഴിപ്പിക്കാൻ തയ്യാറായി. കാരണം അതൊരു പരിപൂർണ സമർപ്പണത്തിൻ്റെ അടയാളമാണ്. പലപ്പോഴും നമ്മൾ കായലിൻ്റെ ബലി പോലെയല്ലേ? നമ്മുടെ സ്വാർത്ഥതകൾ നമ്മൾ മാറ്റിവെക്കുന്നു, നമ്മുടെ സ്വപ്നങ്ങൾ നമുക്കായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നു. എന്നിട്ട് ഏറ്റവും മോശപ്പെട്ട് ബലി കൊടുത്ത ദൈവത്തെ സംതൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ. ഞങ്ങൾ സമർപ്പണ ജീവിതം നയിക്കുന്നവരാണ്. വ്രതവാഗ്ദാനം ചെയ്യുമ്പോൾ അൽത്താരയിൽ ഞങ്ങൾ കിടന്നുകൂടും, ഞങ്ങൾ സമർപ്പിക്കാറുണ്ട് ഞങ്ങളുടെ ജീവിതം. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്ന വിധത്തിൻ്റെ പേരിൽ അങ്ങനെ പരിപൂർണ സമർപ്പണം ചെയ്തിട്ടും ഞങ്ങൾ ഞങ്ങളുടെ സ്വാർത്ഥ സ്വപ്നങ്ങളാണ് നെഞ്ചിലേറ്റുന്നതെങ്കിൽ, അനുസരണത്തെ അവമതിക്കുമ്പോൾ, ദാരിദ്ര്യത്തെ വില കുറച്ച് കാണിക്കുമ്പോൾ, ബ്രഹ്മചര്യത്തെ അതിൻ്റെ പക്വതയോടെ കാണാതിരിക്കുമ്പോൾ, അവിടെ ഏത് പരിപൂർണ സമർപ്പണമാണുള്ളത്? ഇന്ന് ഒരുപാട് പേരുണ്ട് പരിപൂർണ സമർപ്പണം ചെയ്തിട്ടും അത് പൂർണ്ണമായിട്ട് നടത്താതെ സഭയെയും സമർപ്പിതരെയും കുറ്റപ്പെടുത്തി ആ പവിത്രമായ പദവി തള്ളിക്കറഞ്ഞ് പുറത്തു പോകുന്നവർ. നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. നമ്മുടെ സമർപ്പണം എങ്ങനെയാണ്? ഒന്നോർത്ത് നോക്കുക. തിബേരിയൂസ് കടൽത്തീരത്ത് ക്രിസ്തു പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. അവിടെ ഒരു പരിപൂർണ സമർപ്പണം നടക്കുന്നുണ്ട്. പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഒന്നല്ല 3 വട്ടമാണ് ക്രിസ്തു ചോദിച്ചത്. എന്താണ് അതിൻ്റെ അർത്ഥം? പത്രോസ് 3 വട്ടം തള്ളിപ്പറഞ്ഞതിന് മറ്റൊരു പ്രതികാരമായിട്ടാണോ യേശു അവനോട് ചോദിച്ചത്, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന്? അല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കുക. ആ തിബേരിയസ് കടൽത്തീരത്ത് പത്രോസ് ശേഖരിച്ച മത്സ്യങ്ങളുണ്ട്, അവൻ്റെ സഹോദരങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പിന്നെ ക്രിസ്തുവുണ്ട്. ക്രിസ്തു ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ ഈ മത്സ്യസമ്പത്തിനേക്കാൾ കൂടുതലായിട്ട്, ഭൗതിക സമ്പത്തിനേക്കാൾ അപ്പുറത്ത് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പിന്നെ ക്രിസ്തു വീണ്ടും ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ നിൻ്റെ കൂടെയുള്ള സഹോദരങ്ങളെക്കാൾ കൂടുതലായിട്ട്? അതെ, പ്രിയപ്പെട്ടവരെക്കാൾ കൂടുതലായിട്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെന്ന് അവൻ ഏറ്റു പറഞ്ഞു. ഒടുവിൽ വീണ്ടും ക്രിസ്തു ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ നിന്നേക്കാൾ കൂടുതലായിട്ട്?
സങ്കടത്തോടും വേദനയോടും കൂടിയ പത്രോസ് പറഞ്ഞു, നീ അറിയുന്നുണ്ടല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. അതെ, സമർപ്പണം പൂർത്തിയാകണമെങ്കിൽ ഭൗതിക വസ്തുക്കളേക്കാൾ, പ്രിയപ്പെട്ടവരേക്കാൾ, എന്നേക്കാൾ കൂടുതലായിട്ട് ക്രിസ്തുവിൻ്റെ മുമ്പിൽ സ്വന്തം ജീവിതം സമർപ്പിക്കാനാകണം. അതാണ് പരിപൂർണ സമർപ്പണം. സത്യത്തിൽ പരിപൂർണമായ സമർപ്പണത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത് ഗെത്സമനിയിലെ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിലൂടെയാണ്. അവൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ദുരന്തങ്ങളുടെ മുമ്പിൽ യേശു പറയുന്നുണ്ട്, ഈ പാനപാത്രം എടുത്തു മാറണമെന്ന് സ്നേഹപിതാവായ ദൈവത്തോട്. പിന്നെ ഉടനെ അവൻ പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അതാണ് പരിപൂർണ സമർപ്പണം. ജീവിതത്തിൽ പലതും സംഭവിച്ചേക്കാം. സന്തോഷം മാത്രമല്ല സങ്കടങ്ങളും, അനുഗ്രഹം മാത്രമല്ല ദുരന്തങ്ങളും. എല്ലാം ദൈവം തന്ന ദാനമാണ്, സമ്മാനമാണെന്നറിഞ്ഞുകൊണ്ട് അവൻ്റെ മുമ്പിൽ പൂർണ്ണമായിട്ട് കീഴടങ്ങാൻ കഴിയുക എന്നതാണ് യഥാർത്ഥ സമർപ്പണം. ക്രിസ്തുവിനെ, ഉണ്ണീശോയ്ക്ക് അങ്ങനെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ നമുക്കാകുമോ? ഓർക്കുകയാണ്, പരിപൂർണ സമർപ്പണത്തിൻ്റെ അടയാളം ഗെത്സമനിയിൽ ക്രിസ്തു തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരുപാട് സങ്കടത്തോടെ വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ഓർത്ത് ക്രിസ്തു സ്നേഹപിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ഈ പാനപാത്രം എടുത്ത് മാറ്റണമേ എന്ന്. ഉടനെ അവൻ വീണ്ടും പ്രാർത്ഥിച്ചു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. ഇതല്ലേ പരിപൂർണ സമർപ്പണം. ഉണ്ണീശോയ്ക്ക് കൊടുക്കാനാവുന്ന ഏറ്റവും നല്ല സമ്മാനം പരിപൂർണ സമർപ്പണം. നോക്കുക, വരാനിരിക്കുന്ന ദുഃഖങ്ങളെ, ദുരന്തങ്ങളെ, പീഡാസഹനെ, കുരിശുമരണത്തെയൊക്കെ ക്രിസ്തു ദൈവത്തിന് ഇഷ്ടമായിട്ട് സ്വീകരിച്ചു, ഏറ്റെടുത്തു. നമ്മൾക്ക് സങ്കടമുണ്ടാകും, ദുരന്തമുണ്ടാകും, വേദനകളുണ്ടാകും, കഷ്ടപ്പാടുണ്ടാകും. എന്നാൽ അത് വരുമ്പോഴും നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കാനാകുക എന്നതാണ് പരിപൂർണ സമർപ്പണം. അതിന് കഴിയണം. എല്ലാം ദൈവം തന്ന ദാനമാണെന്ന്, സമ്മാനമാണെന്ന് തിരിച്ചറിയാനുള്ള വെട്ടം വേണം. ഓർക്കുകയാണ് മദർ തെരേസയുടെ ജീവിതത്തിലൊരു അനുഭവം. എലിൻ ഈഗൻ എന്നറിയപ്പെടുന്ന ഒരു ആക്ടിവിസ്റ്റ്, അമ്മയുടെ സ്നേഹിതയാണ്. വർഷങ്ങളോളം അമ്മയെ അടുത്തറിയാം. അമ്മയെക്കുറിച്ചൊരു ജീവചരിത്രം പോലും അവർ എഴുതിയിട്ടുണ്ട്. സച്ച് എ വിഷൻ, മദർ തെരേസ, ദ സ്പിരിറ്റ് ആൻഡ് ദ വർക്ക്. ഒരുപാട് ആത്മബന്ധമുണ്ടായതുകൊണ്ട് എലിയൻ ഒരിക്കൽ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും, സങ്കടങ്ങളും, ദുഃഖങ്ങളുമൊക്കെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ ആശ്വസിപ്പിച്ചുകൊണ്ട് മദർ തെരേസ പറഞ്ഞു, സത്യത്തിൽ എല്ലാം പ്രശ്നങ്ങളാണ്, എല്ലാം പ്രോബ്ലങ്ങളാണ്. ആ പ്രശ്നത്തിന് പകരം ഇനി മുതൽ നിങ്ങൾ ഗിഫ്റ്റെന്ന് പകരം പറഞ്ഞ് ശീലിക്കാം. സമ്മാനമെന്ന്, പ്രോബ്ലത്തിന് പകരം ഗിഫ്റ്റെന്ന്. അത് നല്ലൊരു ഉപദേശമായിട്ട് അവരെടുത്തു. പ്രശ്നം വരുമ്പോൾ പ്രശ്നമെന്ന് പറയാതെ അത് ദൈവത്തിൻ്റെ സമ്മാനമെന്ന് പറഞ്ഞ് ശീലിക്കാൻ ആരംഭിച്ചു. ഒരിക്കൽ ഏതൊരു കാര്യത്തിന് മദർ തെരേസയും അവരും കൂടി ഒരു യാത്രയിലായിരുന്നു. എയർപോർട്ടിൽ വെച്ച് അവരറിഞ്ഞു ഒരുപാട് താമസിച്ച് പ്ലെയിൻ വരുമെന്ന്. ഈ കാര്യം എലിൻ അറിഞ്ഞപ്പോൾ മദർ തെരേസയെ അറിയിക്കണം. അവർ പതിയെ അമ്മയുടെ അടുത്ത് വന്നു. ഒരു പ്രോബ്ലമുണ്ടെന്ന് പറയാൻ തുടങ്ങിയതാ. പെട്ടെന്ന് അമ്മ പറഞ്ഞ് ഉപദേശം ഓർത്തു. പിന്നെ ചിരിച്ചുകൊണ്ട് അവ പറഞ്ഞു, അമ്മേ, ഒരു ചെറിയ സമ്മാനമുണ്ട്, ഞാനത് പറയട്ടെ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു കൊള്ളാൻ. അപ്പോൾ പറഞ്ഞു, ഒരുപാട് വൈകിയേ പ്ലെയിൻ എത്തൂ, നമ്മൾ ഒരുപാട് സമയം ഇവിടെ കാത്തിരിക്കണം, അതാണ് ദൈവം നൽകിയ സമ്മാനം. നിറപുഞ്ചിരിയോടെ അപ്പോൾ അമ്മ സ്വന്തം ബാഗിൽ നിന്നും ഒരു മെഡിറ്റേഷൻ പുസ്തകമെടുത്തു, ഇഷ്ടപ്പെട്ട പുസ്തകം. പിന്നെ അത് വായിച്ച് ധ്യാനിക്കാൻ ആരംഭിച്ചു. അത് കണ്ടപ്പോൾ എലിയന് തോന്നി, ഇതാണ് യഥാർത്ഥ സമർപ്പണം. സങ്കടം വന്നാലും ദുഃഖം വന്നാലും അതൊക്കെ ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് തിരിച്ചറിഞ്ഞ് പുഞ്ചിരിയോടെ ഏറ്റെടുക്കാൻ കഴിയുകയല്ലേ പരിപൂർണ സമർപ്പണം. സത്യം, ക്രിസ്തുവിന് നമുക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമർപ്പണം പണമോ അപ്പമോ കുന്തിരിക്കമോ മീറയോ സ്വർണമോ ഒന്നുമല്ല, നമ്മുടെ ജീവിതം തന്നെയാണ്. സങ്കടം വന്നാലും ദുഃഖം വന്നാലും ദുരന്തം വന്നാലും നമ്മുടെ ജീവിതത്തെ അവൻ്റെ കരങ്ങളിൽ ഒരു സമ്മാനമായിട്ട് കൊടുക്കാനാകണം. സത്യത്തിൽ ദൈവം നമുക്കായിട്ട് നൽകിയത് അതിനേക്കാൾ വിലപ്പെട്ടൊരു സമ്മാനമല്ലേ.
അവൻ്റെ ഏകജാതനയല്ലേ? ആ ജാതനയല്ലേ കാലിത്തൊഴുത്തിലേക്ക് അവിടുന്ന് പ്രാണവേദനയോട് നമുക്ക് നൽകിയത്? ആ ക്രിസ്തുവിന് മുമ്പിലായിരിക്കുമ്പോൾ നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. ഈ വർഷത്തെ ക്രിസ്മസ് കുറേ കൂടി അർത്ഥപൂർണ്ണമാക്കാൻ എന്തെങ്കിലും ഒരു നന്മയിലൂടെ അവനെ നാം സന്തോഷിപ്പിക്കണ്ടേ? ഓർക്കുകയാണ്, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലെ പല രാജ്യങ്ങളും ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലായിരുന്നു. അന്നന്ന് വേണ്ട വക പോലുമില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുകയായിരുന്നു. ഒരു അമേരിക്കൻ പടയാളി ജീപ്പിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരു കടയ്ക്ക് മുമ്പിൽ ഒരു ദരിദ്രനായ ബാലൻ ആകാംക്ഷയോടെ ജാലകത്തിലൂടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. സംശയത്തോടെ ആ പടയാളി ജീപ്പ് നിർത്തി ആ കുട്ടി അടുത്തേക്ക് വന്നു ജനലിനുള്ളിലേക്ക് നോക്കി. അപ്പോൾ ആ കടയ്ക്കുള്ളിലെ ഉടമസ്ഥൻ എന്തൊക്കെയോ മധുരപലഹാരങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് കണ്ട് കൊതിയോടെ ഈ ബാലൻ നോക്കിക്കൊണ്ടിരിക്കുക. ചിരിച്ചുകൊണ്ടും സഹതാപത്തോടും കൂടി അപ്പോൾ ആ പടയാളി പറഞ്ഞു, നിനക്ക് ആ പലഹാരം വേണോ? ആകാംക്ഷയുടെ അവൻ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് വേണം. അയാൾ വാതിൽ തുറന്ന് ആ കടയുടെ ഉടമസ്ഥനോട് പറഞ്ഞു, കുറേ പലഹാരം എനിക്ക് താ. പടയാളി ആയതുകൊണ്ട് ഉടനെ ഉടമസ്ഥൻ ഒരു പാത്രത്തിൽ ഒരുപാട് പലഹാരം എടുത്ത് അയാൾക്ക് കൊടുത്തു. അതുമായിട്ട് അയാൾ പുറത്തിറങ്ങി ആ കുഞ്ഞിൻ്റെ കരങ്ങൾ അത് വെച്ചു കൊടുത്തു. അത് കണ്ടതും ഒരുപാട് സന്തോഷത്തോടെ ആ കുഞ്ഞ് പറയുന്നുണ്ട്, മാസ്റ്റർ, ആർ യു ഗോഡ്? അങ്ങ് ഒരു ദൈവമാണോ എന്ന്. സത്യത്തിൽ ഒരു നേരത്തെ സമ്മാനം ആ ദരിദ്ര ബാലന് കൊടുത്തപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ആ കൊടുത്തവനൊരു ദൈവമായിട്ട് മാറി. നമ്മുടെ ദൈവം അവനെ തന്നെയാണ് നമുക്ക് സമ്മാനമായിട്ട് നൽകിയത്. ക്രിസ്തു പിറവിയിൽ ആ ദൈവത്തിന് നമ്മൾ എന്താണ് കൊടുക്കുക? ഞാൻ ഓർക്കുകയാണ് യേശു പറഞ്ഞ ആ വാക്ക്, ഒരു മനുഷ്യന് നീ സ്നേഹത്തോടൊരു ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് തന്നതെന്ന വചനം. ഈ ക്രിസ്മസിൽ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾക്കപ്പുറത്ത് കുറേ കൂടി നന്മയുള്ളൊരു മനുഷ്യനായിട്ട് മാറാം. അവരൻ്റെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അവന് അത്താണിയായിട്ട് മാറാം. ഒരു ദരിദ്രന് കൊടുക്കുന്ന സമ്മാനം ക്രിസ്തുവിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണെന്ന് തിരിച്ചറിയാം. അങ്ങനെ ആവർത്തന വിരസമായിക്കൊണ്ടിരിക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഒരു നവീനതയുണ്ടാകട്ടെ, കുറേ കൂടി അർത്ഥമുണ്ടാകട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.